ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത ഓലയുടെ ഒരു എനിക്ക് 7-ാം തീയതി വണ്ടി കിട്ടിയത്. ഇന്ന് എത്രാം തീയതി? 16-ാം തീയതി. ഇപ്പോൾ എത്രയും ദിവസം ഓടിച്ചിട്ടുള്ളൊരു റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് കിട്ടണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിവ്യൂയിലേക്ക് വരാണ്. അവിടെ വേറെ ആളുണ്ട് കേട്ടോ കൂടെ. ആളിങ്ങനെ ബോളും കളിച്ചുകൊണ്ട് നടക്കുക. ബോൾ എന്നാ പിടിച്ചോ. ആളതിൻ്റെ ഇടയിൽ കളിക്കട്ടെ. നമുക്കപ്പോൾ ഓലയുടെ റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് ഇത്രയും ദിവസം ഓടിച്ചിട്ട് വണ്ടിയിൽ കുറച്ച് പോരായ്മകളുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളി കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ സീറ്റ് അടിച്ചു, സീറ്റ് കവർ അടിച്ചപ്പോൾ തന്നെ വണ്ടിക്ക് ഇത്തിരി ഹൈറ്റ് കൂടിയ പോലെ തോന്നി. നമുക്ക് റൈഡിങ് കംഫർട്ട് നമുക്കതിന് കറക്റ്റായിട്ട് ഉണ്ട്. മറ്റേ സാധാരണ നോർമൽ സീറ്റിൽ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ ഞാനൊരു മൊബൈലിൻ്റെ ഹോൾഡറും വെച്ചു. സ്വിഗ്ഗി ഒക്കെ ഓടാൻ പോകുമ്പോൾ ബെറ്ററാണ്. പക്ഷെ ഇത് ഞാൻ വെച്ചപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. ഇതിൻ്റെ എന്താ ഡിമ്മും ബ്രൈറ്റിൻ്റെയും ഈ സ്വിച്ച് ഇതിൻ്റെ മുകളിലാണ് വന്ന് നിന്നിരുന്നത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു, ഇങ്ങനെ റൗണ്ടായിട്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗം ഇവിടെ നിന്നുള്ള ഈ റൗണ്ട് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ സംഭവം ഓക്കെ. മൊബൈൽ കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സെറ്റപ്പ് ഓക്കെ ആയിരുന്നു. പിന്നെ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞാനിപ്പോൾ 490 കിലോമീറ്റർ ഓടി. ഇപ്പം 89% ചാർജ് ഉണ്ട്. 114 ആണ് ഓടുന്ന റേഞ്ച്. ട്രിപ്പ് പിന്നെ എപ്പോഴും ചാർജ് ഓൺ ചെയ്യുമ്പോൾ 0-യിലേക്ക് പോകും. ഇപ്പോൾ 2:03 ടൈമിങ്, റെയിൽവേ ടൈമാണ്. പിന്നെ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വല്ല പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇപ്പോൾ നമ്മുടെ ഇതിലുള്ള 3 മോഡുകളുണ്ടല്ലോ, നോർമല്, പിന്നെ ഇക്കോ, സ്പോർട്ട് മോഡ്. ഈ സ്പോർട്ട് മോഡിൽ നമ്മത് ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വണ്ടി ഈ എന്താ പറയുക, ആളില്ലാത്ത റോഡിൽ കൂടെ, അധികം വണ്ടി തിരക്കില്ലാത്ത റോഡിൽ കൂടെ ഒക്കെ ഓടിക്കാനും ഓക്കെ. അല്ലാത്ത സമയത്ത് ഡ്രം ബ്രേക്ക് ആയതുകൊണ്ട് 2 ആളൊക്കെ വെച്ച് പോകുമ്പോൾ ആ വണ്ടിയുടെ സ്പോട്ടിലുള്ള പവറിൽ ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ വേറൊരു വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് ബ്രേക്ക് പിടിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിന്നൊന്നും വരില്ല. അത് ഡിസ്ക് ബ്രേക്ക് ഉള്ളതായിരിക്കും ഈ വണ്ടിക്ക് നല്ലത്. ഇതിൻ്റെ ലാസ്റ്റ് വേരിയൻ്റ് ഉണ്ടല്ലോ, ആ വണ്ടിയായിരിക്കും നല്ലത്. ഞാൻ പരമാവധി ഇക്കോ മോഡലും നോർമലായിട്ട് ഓടിക്കുന്നത്. പിന്നെ ബഗ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചാവി ഇങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു എൻജിൻ ലൈറ്റും ഒക്കെ ഇങ്ങനെ വന്നായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ ശരിയായി. പിന്നെ ചില നേരത്ത് നമ്മൾ ഇതിൻ്റെ ആപ്പിൽ കൂടെ നോക്കുമ്പോൾ ഇതിൽ വണ്ടി സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകും. ഞാൻ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് അപ്ഡേറ്റിംഗ് ആവണമെന്നാണ് പറഞ്ഞായിരുന്നത്. എനിക്ക് ഫസ്റ്റ് തന്നെ എടുത്തപ്പോൾ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഞാൻ ആപ്പിൽ നോക്കിയ സമയത്ത് എനിക്ക് വണ്ടിയിൽ എന്നിട്ട് സ്ലീപ്പിംഗ് മോഡായിരുന്നു. അതിലന്ന് എത്ര 55 റേഞ്ച് കാണിച്ചിരുന്നത്. അത് കഴിഞ്ഞാൽ അപ്ഡേഷന് ശേഷം 161, 127, 111 അങ്ങനെയുള്ള റേഞ്ചാണ് കാണിച്ചേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റ് അടിച്ചതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ സീറ്റിന് കുറച്ച് കനം കൂടുമ്പോൾ നമ്മളിവിടെ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേൾക്കും അവിടെ അൺലോക്കിൻ്റെ. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കാരണം അത് ലോക്കിലേക്ക് തന്നെ വരും, പോരില്ല. അപ്പോൾ ഒരു കൈ കൊണ്ട് തുറന്ന് പിടിക്കേണ്ട അവസ്ഥയാണ്. തുറക്കണില്ല, കാലുകൊണ്ട് തുറക്കണം കേട്ടോ, ഒറ്റയ്ക്കുള്ളൂ. ഇപ്പം ഇങ്ങനെ തുറന്നു ഈ ലോക്കിലേക്ക് ഈ സംഭവം കയറിയിരിക്കും. ഈ സീറ്റിൻ കവറിൻ്റെ വെയിറ്റും കൂടി ഉള്ളതുകൊണ്ട് അത് തന്നെ ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലോക്കായി സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സീറ്റിൻ കവർ അടിച്ചുകൊണ്ടുള്ളൊരു ഇതാണ് കേട്ടോ, വെയിറ്റ് കൂടിയതിൻ്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ റേഞ്ച് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇതിൽ കാണിക്കുന്ന റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ദിവസം വണ്ടി ഓടിച്ചിട്ട് പോയപ്പോൾ റോഡ് പണി നടക്കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വണ്ടിയുടെ ഈ സൈഡിലേക്ക് ഈ റെഡ് കാണുന്ന ഇത്രയും ഭാഗത്തേക്ക് മറ്റേ ടാറിൻ്റെ ഇതുണ്ടല്ലോ, ടാർ തന്നെ, അത് ലിക്വിഡായിട്ടാണല്ലോ അവർ തെളിക്കുക ചൂടാക്കിയിട്ട്, അത് ഈ ഭാഗത്തേക്ക് ആയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞ വിഷമമായി. ഫസ്റ്റ് ദിവസം വണ്ടി എടുത്തിട്ട്, ഫസ്റ്റ് ദിവസം അല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവമായി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. ഞാൻ അപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഡീസൽ എടുത്ത് തുടച്ചു. ആ തുടച്ചുകൊണ്ട് വേറൊരു കാര്യം കൂടിയും കാണാൻ പറ്റി, അത് ഞാൻ കാണിച്ചു തരാം.
സംഭവം ഫൈബറും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് തുടച്ച് വന്നപ്പോൾ ഇവിടെ കണ്ട ഗ്യാപ്പ് കണ്ട, ഈ ഗ്യാപ്പ് അത്യാവശ്യം ഗ്യാപ്പുണ്ട്. പിന്നെ ഇതിവിടെ സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തിരിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടായിരുന്നത്. ഇതിന് സർവീസിൽ ഇപ്രാവശ്യം ചെല്ലുമ്പോൾ ഇതൊന്ന് പറയണം. പിന്നെ ഞാനൊരു മാറ്റ് വാങ്ങിയായിരുന്നേ. മാറ്റ് ആമസോണിൽ ഓർഡർ ചെയ്ത്, അത് ചെറിയ പണി കിട്ടി, വേറൊന്നല്ല. ഇതിൽ കണ്ടോ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്പ് കിട്ടും. ആ ക്യാപ്പിൻ്റെ മുകളിൽ കൂടി ഇടണം. അപ്പോൾ ഇവിടെ 2ഉം ഓക്കെ ആയി, വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പുറത്തെ 2 രക്ഷയില്ല, വീണില്ല. ഞാൻ ഇവിടുത്തെ ക്യാപ്പ് ഊരി കളഞ്ഞിട്ട് സാധാ ഇങ്ങനെ ഇട്ടിരുന്നത് അതുപോലെ തന്നെ ഇട്ടു. അപ്പോൾ ഇത് ചവിട്ടുമ്പോൾ നമുക്ക് കാല് വയ്ക്കുമ്പോഴൊരു പൊന്തൽ പോലെ തോന്നും നമുക്ക് കാലിൻ്റെ അടിയിൽ. പറ്റണമെങ്കിൽ അതൊന്ന് ഊരിയിട്ട് സാധാരണ പോലെ ഇട്ടിട്ട് നമ്മുടെ സാധാ ആക്ടിവിക്കും ഇതിനൊക്കെ ഉള്ള പോലെ ഇട്ട് നോക്കണം, തെറിച്ച് പോവോ ഇല്ലയോ എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ ഓക്കെയാണ്, എനിക്ക് ഓടുന്ന അത്രയും കിട്ടുന്നുണ്ട്. കൂടുതലും പിന്നെ ഈ ഇക്കോ മോഡിലിട്ടപ്പോൾ സ്വിഗ്ഗി കാര്യങ്ങളൊക്കെ ഓടണ കാരണം ഇക്കോ മോഡിലിട്ട് തന്നെ ഓടണേ. നോർമൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നോർമലിട്ട് ഓടുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരാൾ ചോദിച്ചിരുന്നു ഈ ചെയിൻ അറിയുന്ന സൗണ്ട് ഉണ്ടോയെന്ന്, ആക്സിലേറ്റർ വിടുമ്പോൾ ചെയിൻ അറിയുന്ന സൗണ്ട് ഉണ്ടോയെന്ന്. ചെയിൻ അറിയുന്ന സൗണ്ട് ഉണ്ട്. അത് എന്താ പറയുക, റീജനറേഷൻ നടക്കുന്ന സമയത്താണ് എനിക്ക് ആ കൂടുതൽ സൗണ്ട് ഫീൽ ചെയ്തത്. ഇപ്പോൾ നമ്മൾ 100% ആയിരിക്കുന്ന സമയത്ത് വണ്ടി റീജനറേഷൻ നടക്കില്ല. ഒരു 93% ആവണ സമയത്താണ് ഇതിൻ്റെ റീജനറേഷൻ ഓണാവുന്നത്. അതുവരെ നമുക്ക് ഓടിച്ചിട്ട് ആക്സിലേറ്റർ വിടുമ്പോൾ ഈ ചെയിൻ്റെ സൗണ്ട് എനിക്ക് കേട്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ എനിക്ക് തോന്നണത് അതിൻ്റെ ആവണം. ഇനി ഷോറൂമിൽ ചെന്ന് ചോദിച്ച് നോക്കണം അതിൻ്റെ തന്നെയാണോ എന്ന്. പിന്നെ ഹെഡ്ലൈറ്റ് DRL ഇത് വർക്ക് ചെയ്യില്ല. ഇതിനിപ്പോൾ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യിപ്പിക്കാമല്ലോ, ഇതൊക്കെ ഉണ്ട്, ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഹെഡ്ലൈറ്റ് എനിക്ക് ഓക്കെ കേട്ടോ. രാത്രിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. ചാവി ഓണാക്കുമ്പോൾ തന്നെ ബൾബ് കത്ത് കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രൈറ്റ്നസ് സ്വിച്ച് ഇടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ലൈറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നല്ല സാറ്റിസ്ഫാക്ഷനാണ്, എനിക്ക് ഓക്കെയാണ് സംഭവം. പിന്നൊരു സംഭവം, എപ്പോഴും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാക്ക് സൈഡിൽ കൂടെ വരുമ്പോൾ ഈ നമ്പർ പ്ലേറ്റിൽ നമ്മുടെ കാല് തട്ടും. ഇപ്പോൾ കുറച്ച് ബെൻഡായിട്ടുണ്ട് ഇത്. എപ്പോഴും ഇവിടെ അല്ലെങ്കിൽ ഈ സൈഡിൽ എപ്പോഴും തട്ടുന്ന പരിപാടിയാണ്. അതെനിക്കൊരു മിക്ക ഓലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും കൂടെ മടക്കി വെച്ചേക്കണത് 2 സൈഡും. അപ്പോൾ അതുകൊണ്ടായിരിക്കണത്. ഞാൻ വിചാരിച്ചിന് ഫസ്റ്റ് Gen 2 അല്ല Gen 1 എങ്ങനെ ആയിരിക്കും വന്നതെന്ന് വെച്ചിട്ടാണ് എനിക്കത് തോന്നിയത്. പക്ഷേ എല്ലാവരും മടക്കി വെക്കണതാണ്. പിന്നെ ഒരു ഇത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിങ്ങിൻ്റെ പോർട്ടിൻ്റെ സംഭവം ചില സമയത്ത് ഇത് കറക്റ്റായിട്ട് അടയാറില്ല. അപ്പോൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയി. ചില സമയത്ത് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും സംഭവം ഇങ്ങനെ തുറന്നു വരാറുണ്ട്. അത് കറക്റ്റ് ലോക്ക് ആവാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇതിൽ നമുക്ക് ടൂളായിട്ട് കിട്ടിയിരിക്കുന്നത് 2 ഐറ്റമാണ്. ഇത് മെഡിക്കിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ടൂൾ കിറ്റിൽ ടൂൾ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം ഈ സ്പാനർ, പിന്നെ ഒരെണ്ണം എല്ലെങ്കിൽ. ഇത് 2ആണ് ഇതിൻ്റെ ടൂളായിട്ട് വന്നേക്കുന്നത്. ഈ സംഭവം ഉണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പല പാർട്സും നമുക്ക് അഴിച്ചെടുക്കാം. പിന്നെ ബൂട്ട് സ്പേസ് ഓക്കെയാണ്. ഇപ്പം നമുക്ക് വണ്ടി എത്ര കിലോവാട്ടാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വേറെ എവിടെ ഇല്ല. അതെ, S1X 4 കിലോവാട്ട്. ഇതാണ് ഞാൻ വണ്ടിയിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ചത്. പിന്നെ റീജനറേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്റർ ഇങ്ങനെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ റീജനറേഷൻ്റെ ഒപ്പം തന്നെ ഒരു ബ്രേക്കിംഗ് കിട്ടും. അപ്പോൾ കൂടുതൽ വലിയ സ്പീഡിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രേക്കിംഗ് സിസ്റ്റം ഈ റീജനറേഷനിൽ കൂടെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കധികം ബ്രേക്ക് പിടിക്കേണ്ട അത്യാവശ്യം അങ്ങനെ വരാറില്ല. പിന്നെ പറയാനുള്ളത് ഈ 2 ഇതൊക്കെ അടിപൊളി കേട്ടോ, നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഈ എന്നിട്ട് പിന്നെ ഇവിടെ കിറ്റൊക്കെ ഞാറ്റിടാനുള്ള ഒരു ഹുക്ക് ഉണ്ട്, അതും നല്ല ഉപയോഗപ്രദമാണ്.
പിന്നെ ആഫ്റ്റർ മാർക്കറ്റിൽ സാധനങ്ങളാണ് നമ്മളെ കൊണ്ട് താങ്ങുള്ളൂ. അല്ലാത്ത സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഓലയുടെ ആപ്പിൽ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നന്നായിട്ട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിൽ സസ്പെൻഷൻ ആണെങ്കിലും സൂപ്പറാണ്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ചെയിൻ ഡ്രൈവിന് ഇപ്പോൾ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ അടുത്ത് ഒരാൾ ഓടിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സൗണ്ട് പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്തേക്കൂടെ ഒരു ഏതർ കാര്യങ്ങളൊക്കെ പോകണ്ടായിരുന്നു. അപ്പോൾ ഇതിനേക്കാളും സൗണ്ട് ഉണ്ട് ഏതർ പോകുമ്പോൾ. അപ്പോൾ എനിക്കത് വലിയൊരു അരോചകമായിട്ട് തോന്നിയില്ല. പിന്നെ സ്റ്റാൻഡ് വലിയ ബലം കാര്യങ്ങളൊന്നുമില്ല. അക്കാര്യത്തിൽ അത് നല്ലൊരു പോരായ്മയാണ്. നമുക്ക് ഈ സംഭവം സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ട് വണ്ടിയിൽ കയറിയിരിക്കാൻ ഒരു ധൈര്യമില്ല. അതുപോലെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതുള്ളത് കൊണ്ട് ഇങ്ങനെ മറ്റേ ഓല പ്രോയിലൊക്കെ ഇവിടെ ഫുൾ കവറിങ് അല്ലേ, ഇപ്പുറത്തെ ആയാലും കവറിങ് ആണ്. അപ്പോൾ നമുക്ക് മൊബൈൽ ഹോൾഡറൊക്കെ ഈ മിററിന് തന്നെ പിടിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അത് കുറച്ചുകൂടി പൊന്തി നിൽക്കും. ഇതാകുമ്പോൾ കറക്റ്റ് നമ്മുടെ ലെവലിൽ നിൽക്കുന്ന കാര്യം നമുക്ക് കുഴപ്പമില്ല. ഇതൊന്നും വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ. നമ്മുടെ ബൈക്കിനൊക്കെ സാധാരണ വയ്ക്കുന്നത് കുറച്ചുകൂടി കട്ടിയുണ്ട്. അതൊക്കെ വെറുതെ ജസ്റ്റ് ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. ഇതായാലും വലിയ സംഭവമില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ആമസോണിൽ നിന്നാണ്. അതിപ്പോൾ അടുത്ത് തന്നെ കിട്ടും. ഞാൻ രണ്ടും ഒരുമിച്ച് ഓർഡർ ചെയ്ത്, ഈ മാറ്റും ഇവിടുത്തെ സ്ക്രീൻ പ്രൊട്ടക്ടറും. അതിപ്പോൾ വന്നിട്ടില്ല, നാളേക്ക് വരും. മിറർ എനിക്ക് ഇഷ്ടപ്പെട്ടു. മിറർ അത്യാവശ്യം റൗണ്ട് മിറർ നല്ല രസമുണ്ട്. നമ്മുടെ ഈ RX-നൊക്കെ വന്നിട്ടില്ലേ, അതുപോലത്തെ ഒരു മിറർ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താ റെഡ് എടുത്തതാണ്. എനിക്കറിയില്ല, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. ബ്ലാക്ക് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇതെല്ലാവരെയും ബ്ലാക്കാണ്. അപ്പോൾ അത് പിന്നെ ഒരു വെറൈറ്റി പിടിക്കണ്ടേ, അങ്ങനെ റെഡ് പിടിച്ച. വൈറ്റ് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. എപ്പോഴും അഴുക്കും കാര്യങ്ങളൊക്കെ ആവണമായിരുന്നു, അതിലേക്ക് പോയില്ല. പിന്നെ എന്താ എനിക്ക് അത്യാവശ്യം നല്ലൊരു ബൈക്ക് തോന്നിയത്. ഇപ്പം മിക്ക ബൈക്കുകൾക്കും ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഡ് തട്ടാണ്ട് വണ്ടി ഓണാവില്ല. സ്റ്റാൻഡ് ഒന്നും തട്ടി കഴിയുമ്പോൾ പാർക്കിങ്ങിൻ്റെ ആ എംബ്ലം പോവും. അതിന് ശേഷമാണ് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ പിന്നെ നോർമലിലേക്ക് പോകുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും വണ്ടി ഇതിലേക്ക് മാറില്ല. നോർമലിലേക്ക് പാർക്കിംഗ് മോഡിൽ തന്നെ ആയിരിക്കും. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. നോർമലിലൊക്കെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ റിവേഴ്സ് മോഡ് അതെനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയായിരുന്നു. ചില ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് കാല് കുത്താൻ ചിലപ്പോൾ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരു കല്ലിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെളിയാവാതെ നിൽക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു റിവേഴ്സ് മോഡിട്ട് നമുക്ക് ബാക്കി എടുക്കൽ നല്ലൊരു സംഭവമാണ്. നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഇതിൽ 89% നോർമൽ റേഞ്ചിൽ 114 കിലോമീറ്ററും ഇക്കോ മോഡിലാകുമ്പോൾ 145, അതേപോലെ തന്നെ സ്പോട്ടിലിടുമ്പോൾ 100. ഇതാണ് ഇതിൻ്റെ റേഞ്ച് കണക്കാക്കുന്നത്. ഞാൻ വേറെ വീഡിയോയിൽ കണ്ടിരുന്നു, പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ റേഞ്ച് കൂടുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വണ്ടി എടുക്കാൻ നേരത്ത് ചെല്ലുമ്പോൾ അതിലെ ബ്രോഷറിലൊക്കെ IDC റേഞ്ച് 242 ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ IDC റേഞ്ചും ഉദ്ദേശം എന്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ 161 ഇക്കോല് കിട്ടുന്നത്. അവർ പറയുന്നത് ഇക്കോല് ഇടുമ്പോൾ 242 എന്നാണ് പറയുന്നത്. അത് വണ്ടിയിൽ ആളില്ലാണ്ട് വണ്ടി തന്നെ ഓടിച്ച് പോകണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എനിക്ക് ഇതുപോലെ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അവർ ഈ എന്താ പറയുക പുതിയ അപ്ഡേഷൻ കാര്യം വരുമ്പോൾ റേഞ്ച് കൂടുമെന്ന് അറിയില്ല. നമ്മൾ ഷോറൂമിൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിരുന്നത് നമുക്ക് IDC അല്ല, അല്ലാണ്ട് നോർമൽ ഇപ്പോൾ വണ്ടി സാധാരണ ഓടിക്കുന്നവർക്ക് കിട്ടുന്ന റേഞ്ച് 190 എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഞ്ച് ഇത്രയാണ്. ഇതിൽ കാണിക്കുന്ന ആ റേഞ്ച് തന്നെ ഏകദേശം നമുക്ക് കിട്ടും. പിന്നെ റീജനറേഷനൊക്കെ നടക്കുമ്പോൾ 1-2 കിലോമീറ്റർ ചിലപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു നല്ല അത്യാവശ്യം സ്പീഡിലൊക്കെ ഓടിച്ചു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഡ്രം ബ്രേക്ക് അല്ലാത്ത മോഡലായിട്ടുള്ള ഡിസ്ക് ബ്രേക്കുള്ള സംഭവം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് അത്യാവശ്യം ബ്രേക്കിങ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഞാനൊരു ദിവസം വൈഫിനെ വെച്ചിട്ട് സ്പോർട്ട് മോഡിലിട്ടിട്ടാണ് പോയത്. ഇത്തിരി തിരക്കായിരുന്നു, നേരം വൈകിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബസ്സിൻ്റെ മുമ്പ് ബാക്കിലെത്തിയപ്പോൾ ബ്രേക്ക് പിടിക്കേണ്ടി വന്നു. ഞാൻ ബ്രേക്ക് പിടിച്ചു, കിട്ടിയില്ല മീൻസ് വണ്ടി നിന്നില്ല ബസ്സിൻ്റെ.
സൈഡിൽ കൂടെ എനിക്ക് എടുക്കേണ്ടി വന്നു. അത് പിന്നെ ഞാൻ സ്പോർട്സ് മോഡ് അങ്ങനെ ഡബിൾ വെച്ചിട്ട് ഭയങ്കര സ്പീഡിലായിട്ട് പോകാറില്ല. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോവും. ഫ്രണ്ടിൽ അധികം വേറെ വണ്ടികളായിട്ട് മുട്ടിച്ച് നിൽക്കാറുമില്ല. അങ്ങനെയൊരു ഇതുണ്ട്. അപ്പോൾ ഏതൊരു കാര്യങ്ങളൊക്കെ ഇതിലും നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ. ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ സൂപ്പറായിരിക്കും, അത് എനിക്കറിയാം. അങ്ങനെ ഏതാണ്ട് കാര്യം പറയാൻ വേറെ ഒന്നുമില്ല. എനിക്ക് അതിനൊന്ന് 56 എങ്ങാണ്ടാണ് 2 കിലോ വാട്ടിൻ്റെ ഒക്കെ വരുന്നതെന്ന് തോന്നുന്നു പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ 4 കിലോ വാട്ടിൻ്റെ ഒക്കെ വരുമ്പോൾ ഏകദേശം 186 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അവർ പറയുന്നത് 123 ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. 154 ഒരു IDC ഒക്കെ പറയുന്നുണ്ട്. വന്നാലും 123 കിട്ടണമെന്ന് അവർ പറയുകയും ചെയ്തു. ചിലപ്പോൾ ഓടിക്കുമ്പോൾ ചിലപ്പോൾ അതിലും കുറഞ്ഞു എന്നിരിക്കും, ഓരോരുത്തർ ഓടിക്കുന്ന ശൈലി അനുസരിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും എന്താ പറയുക, ഈ സ്വിഗ്ഗിയും കാര്യങ്ങളൊക്കെ ഓടുന്നതുകൊണ്ട് എനിക്കൊരു റേഞ്ചിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വണ്ടി എടുത്തേക്കുന്നത്. നമുക്കൊരു 40-45 ആ റേഞ്ചിൽ പോയി ഫുഡ് ഡെലിവറി ചെയ്ത് പരമാവധി കുറച്ച് പൈസ ഉണ്ടാക്കാതുമ്പോൾ ഒരു ഉദ്ദേശത്തിലാണ് ഈ വണ്ടി എടുത്തേക്കുന്നത്. ഒരു 2-3 വർഷം പരമാവധി ഓടിച്ച് കംപ്ലൈൻറ്റുകളൊക്കെ അധികം ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇല്ലാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, ഈ വണ്ടി എനിക്ക് വർത്താവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വണ്ടി എടുക്കാനാണ് ഉദ്ദേശം. ഞാൻ അൾട്രാ വയലറ്റാണ് ആദ്യം നോക്കിയിരുന്നത്. പക്ഷേ ഈ സമയത്ത് ഇല്ല, അടുത്ത കൊല്ലമാണ് ജനുവരി തൊട്ടാണ് ഏപ്രിൽ വരെയോ അങ്ങനെയാണ് ഡെലിവറി ഒരു ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് പിന്നെ റേഞ്ചിൻ്റെ ഒരു ഇതും കൊണ്ട് പിന്നെ പ്രൈസ് റേഞ്ചും കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തേക്കുന്നത്. ഓടിക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ. ബ്രേക്കിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നം തോന്നി, അതുള്ളതാണ്. പിന്നെ നമുക്ക് ബ്രേക്ക് ബൈ വയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഫോണിൻ്റെ ആപ്പിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റീജനറേഷൻ ലോ, മീഡിയം, ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഫോണിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. അതുപോലെ ബ്രേക്ക് പിടിക്കുമ്പോൾ റീജനറേഷൻ ആവുന്നൊരു സംഭവം കൂടിയും അതിൽ നമുക്ക് ഓണാക്കി ഇടാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് നല്ല കാര്യമുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം, വണ്ടി നമുക്ക് ഇപ്പോൾ എവിടെയാണെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് ആപ്പിൽ നോക്കാൻ പറ്റും. വേറെ ആരെങ്കിലും വണ്ടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് വണ്ടി ഏത് വഴിയാണ് പോകുന്നത്, എവിടെയാണ് ഇപ്പോൾ വണ്ടി, അതൊക്കെ നമുക്ക് ഈ സ്കൂട്ടർ എവിടെയാണെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചില സമയത്ത് ഒരു സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകട്ടോ, അത് കറക്റ്റായിട്ട് എനിക്ക് ഈ ഷോറൂമിൽ ചോദിച്ചു നോക്കണം അതെന്താണ് അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ചോദിക്കണം. പിന്നെ ഇതിലെന്താണ് ഇത്രയും കാര്യമാണ് ആപ്പിൽ കാര്യങ്ങൾ. പിന്നെ അതിലുള്ളത് നമുക്ക് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ചില വണ്ടികൾക്കൊന്നും അത്രയും കിട്ടാറൊന്നുമില്ല. നമുക്കിപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെ കൂട്ടിയെടുക്കുക 1 വർഷം ടൈം നമുക്ക് തരുന്നുണ്ട് അവർ. ആ സമയത്തിനുള്ളിൽ നമുക്ക് കൂട്ടിയെടുത്താൽ മതി എന്നുള്ളൊരു സംഭവം നമുക്ക് അവർ പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഇപ്പോൾ കയ്യിൽ കാശില്ലെങ്കിലും ആ 1 വർഷത്തിനുള്ളിൽ നമുക്കത് കൂട്ടിയെടുത്താൽ മതിയല്ലോ. 8 വർഷം വരെ നമുക്ക് കൂട്ടിയെടുക്കാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് കണ്ടോ, ഇട്ടിട്ടില്ല, റേഡിയോയിൽ ഇട്ടിട്ട് അവളുമുണ്ട്. ഇൻഡിക്കേറ്റർ പുറത്തായിരുന്നു. ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സൗണ്ട് ഉണ്ട്. നമ്മുടെ ബൈക്കിലൊക്കെ പോലെ ഭയങ്കരമായൊരു ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് നമുക്ക് കിട്ടുന്നില്ല. അത് എനിക്ക് നല്ല കാര്യമായിട്ട് നമുക്ക് അധികം ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. പുറത്ത് കിട്ടുകഴിഞ്ഞാലും ചെറിയൊരു സൗണ്ടേ ഉള്ളൂ. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ വലുത് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട്, പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ ഇപ്പുറത്ത് വരുന്നത് ഡിമ്മും ബ്രൈറ്റിൻ്റെയും സ്വിച്ചാണ്. പിന്നെ ഇവിടെ ഹോം, പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ. ഇതിൽ വരുമ്പോൾ റിവേഴ്സ്, പിന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് മോഡ്, സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്, എക്കോ മോഡ്, അതിൻ്റെ ഉള്ള തിരഞ്ഞെടുക്കാവുന്ന സംഭവമാണിത്. ഇപ്പോൾ ഇക്കോയിൽ എടുക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നോർമൽ, പുറത്തേക്ക് തിരിക്കുമ്പോൾ സ്പോർട്ട്. ഇത്ര സംഭവങ്ങളാണ് ഈ ഇതിൽ വരുന്നത്. പിന്നെ താഴെ ഒരു പവർ ബട്ടൺ. ബ്രേക്ക് പിടിച്ചിട്ട് പവർ നിൽക്കുക. ഇപ്പോൾ പാർക്കടേക്ക് മാറി. അതുപോലെ തന്നെ തിരിച്ച് നിൽക്കി കഴിഞ്ഞാൽ നോർമലി. അത് സ്റ്റാൻഡ് തട്ടിയതിന് ശേഷം മാത്രമാണ് ഈ സംഭവം ഓണാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നോർമലിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ സ്റ്റാൻഡ് തിരിച്ച് തട്ടുകയാണ്. അപ്പോൾ ഇവിടെ പാർക്കഡായി വണ്ടി. പിന്നെ വണ്ടി എപ്പോഴും വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിൽ വെക്കണം. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിച്ച് വേണം വെക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സംഭവം സ്റ്റാൻഡ് ഉണ്ടല്ലോ, സ്റ്റാൻഡ് അത്ര വലിയ സെറ്റപ്പൊന്നുമല്ല. ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിക്കണ വഴി
പിന്നെ അതിന് ഒന്നും അറിയാണ്ട് ഇതിന് റോട്ടിലൊക്കെ വെച്ച് മറിഞ്ഞ് വന്നിട്ട് അറിയാണ്ട് കൈ താങ്ങി കഴിഞ്ഞാൽ എന്തോ ഫ്രണ്ടിലേക്ക് മറിഞ്ഞു വീഴും. ആരാ തട്ടിട്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. ഇത് മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തോരം വില ഉണ്ട് കാര്യമുണ്ടെന്ന് നമുക്കറിയില്ല. പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റേറ്റ് വരുന്നതാണ്. പിന്നെ ഫൈബർ കാര്യങ്ങളാണ് കൂടുതലും, വലിയ വിലയൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ ഫ്രണ്ടിൽ മഡ്ഗാർഡ് കുഴപ്പമില്ല. മെറ്റലാണോ ഹാർഡ്, മെറ്റലല്ല കേട്ടോ, സോറി മെറ്റലല്ല, ഒരു ഹാർഡ് ആയിട്ടുള്ള ഇതാണ്, പ്ലാസ്റ്റിക്കാണ് സംഭവം. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഒരാഴ്ചയില്ല ഏകദേശം ഒന്നരാഴ്ച വരെ ഉള്ളിലുള്ള എൻ്റെ റിവ്യൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരാൾ യൂട്യൂബിൽ ചോദിച്ചായിരുന്നു ഇതിൻ്റെ ബുക്കിംഗ്. ആൾ ബുക്ക് ചെയ്തു, അയാൾക്ക് വണ്ടി കിട്ടിയിട്ടില്ല, 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആപ്പിൽ നോക്കൂ, ആപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലറിയാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെന്നൊക്കെ. ആ ഒരു വീഡിയോ ഞാൻ അടുത്ത് ഇതിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോണുള്ള ഈ ഫോണിൽ തന്നെയാണ് എനിക്ക് എടുക്കുന്നത്. വേറെ ഫോൺ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ ചെയ്യാം. 2 ആപ്പാണുള്ളത്. ഒരെണ്ണം ഓലയുടെ, സാധാ ഓലയുടെ ആപ്പ്, അതിലാണ് നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വണ്ടി കിട്ടിയതിന് ശേഷം ഓലയുടെ വേറൊരു ആപ്പ് കൂടി ഉണ്ട് ഈ ബൈക്കിൻ്റെ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ 2 ആപ്പാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് എൻ്റെ ഒന്നരാഴ്ചത്തെ റിവ്യൂലുള്ളത്. അത് കൂടുതൽ എന്തെങ്കിലും ഉൾപ്പെടുത്താത്തുണ്ടെങ്കിൽ അതും കൂടിയും കമൻ്റായിട്ട് ഇട്ടോളൂ. ഞാനത് ഈ ആപ്പുകളിലെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.